നമുക്കത് സിറ്റി ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഭയങ്കര മനോഹരമാണ്. ഞാനിപ്പോൾ പോകുന്ന വഴി നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഒരു ഗേറ്റിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ കാണാൻ പോകുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ സ്ഥലം, മോണ്ടിനെഗ്രോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മോണ്ടിഗ്രോയിലുള്ളതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ പോഡ്ഗോറിക്കന്ന് ബഡുവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഒരു ക്യാബ് വിളിച്ചിട്ടുണ്ട്. ക്യാബിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ ക്യാബ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ട്. ഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോൾ ഇന്നലെ ബുക്ക് ചെയ്ത ക്യാബാണ് വന്നേക്കുന്നത്. നമ്മൾ വരുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഇവിടെ അത്രയും നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. ക്യാബ് കിട്ടിയേക്കുന്നത് ഗോ മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ക്യാബ് കിട്ടിയത്. അതായത് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ 7 പേരുണ്ട് ഞങ്ങൾ. അപ്പോൾ 4 പേർക്കാണെന്നുണ്ടെങ്കിൽ ക്യാബ് കിട്ടും. അപ്പോൾ 7 പേർക്കൊക്കെ ഒരു വണ്ടി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ കിട്ടിയ ഈ വണ്ടിയാണിത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ മോണ്ടിനെഗ്രോ ഈ ഒരു ട്രിപ്പിൻ്റെത്. രാവിലെ തന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇനി വടുവയിലെത്തിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ്. ഈ ട്രെയിൻ ഗതാഗതം നമ്മുടെ വടുവയിലേക്കില്ല. അതാണിപ്പോൾ ഒരു മെയിൻ പ്രശ്നം. മോണ്ടിനെഗ്രോയുടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ പർവ്വതങ്ങളും അതേപോലെ ചെറിയ ലേക്കുകളും പിന്നെ ഈ വിജനമായിട്ടുള്ള റോഡുകളും നല്ല വൃത്തിയുള്ള റോഡുകളാണ്. അതേപോലെ തന്നെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും. ഇവിടുത്തെ ഗവൺമെൻറ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടുത്തെ ടൂറിസത്തിന് തന്നെ. അതുകൊണ്ട് തന്നെ മോണ്ടിനെഗ്രോ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വടുവയിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഫൈനലി നമ്മൾ അങ്ങനെ ബഡ്വ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് നടക്കാനുള്ളൂ ഓൾഡ് മാർക്കറ്റിലേക്ക്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അതിന് നല്ലൊരു ഹോട്ടലിൽ തപ്പിക്കൊണ്ടിരിക്കുക. അതെടുത്തോ ചെറുത്ത ആ പതിഞ്ഞിരിക്കുന്ന എടുത്തോ. ഇത് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നു.